എന്താ മോളെ? അതാ ഞാനും ചോദിക്കുന്നേ. എന്താ ആകെ എന്തോ പ്രശ്നത്തിൽപ്പെട്ട പോലെ? എന്ത് പ്രശ്നം? നീ പോയി ഫ്രഷായി വന്നേ, ഞാൻ കാപ്പി എടുക്കാം ഇപ്പോ. ആ, അമ്മയ്ക്കെന്നെ പറഞ്ഞു വിടാൻ ധൃതിയാണല്ലോ. എന്നാ ഞാൻ പോണില്ല. എന്നാ പോണ്ട, ഇവിടെ നിന്നോ. എന്താ അമ്മേ, എന്തിനാ എന്നോട് ദേഷ്യം കാണിക്കുന്നേ? ഏയ് ഒന്നുമില്ല, ദേഷ്യം കാണിച്ചൊന്നുമല്ല. മോളിച്ചെല്ല. ഇന്നലെ രാത്രി നന്ദു അമ്മയെ കണ്ടപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചായിരുന്നോ? എന്ത് കാര്യം? അല്ല, ഇന്നലെ നന്ദു വന്നതിന് ശേഷം അമ്മ ആകെ ഡള്ളായത്. എന്താ അമ്മേ, നന്ദുവിന് വീണ്ടും എന്തെങ്കിലും വിഷമമുള്ളതായിട്ട്? അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നതാ ഞാൻ വന്നപ്പോ കണ്ടത്. അമ്മ കരയായിരുന്നു. എന്താ, അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? എനിക്ക് വിഷമിക്കാൻ പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും വേണോ മോളെ? അമ്മേ, എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറയണം. തീർച്ചയായും മോളെ, ഞാൻ മോളെ അറിയിക്കും. എന്തറിയിക്കുമെന്ന്? അല്ല, പ്രശ്നം എന്തെങ്കിലും ഉണ്ടായാ ഞാൻ അറിയിക്കുമെന്ന്. ഓ, അങ്ങനെ. അപ്പോ ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ? ഇല്ല. എന്തു പ്രശ്നം? എന്തോ ഏറ്റവും അടുത്ത് നിൽക്കുന്നവര് മുഖം മാറ്റുമ്പോഴും പെരുമാറ്റത്തിലെ പൊരുത്തക്കേടുകളും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എനിക്ക്. ചിലപ്പോ തോന്നലാവാം. നന്ദു എന്നിൽ നിന്ന് എന്തോ ഒളിപ്പിക്കും പോലെ തോന്നുക. ഇപ്പതേ അമ്മയും എന്നോട് ഒരകൽച്ച കാണിക്കും പോലെ. എന്താ ഈ പറയുന്നേ? അമ്മ എന്തിനാ വിഷമിച്ച് നിൽക്കുന്നേ? സത്യം പറ, അമ്മയുടെ മനസ്സിൽ സങ്കടം എന്തോ തടഞ്ഞു വെച്ചിരിക്കല്ലേ? മോളെ വേണ്ട, പറയണ്ട. എനിക്കങ്ങനെ തോന്നിയതാവും. അതെ, പറഞ്ഞ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ആ, നന്ദൻ കൂടെയുണ്ട്. ആ, ശരി. ഞാൻ എത്രയൊക്കെ ചോദിച്ചിട്ടും നമ്മളെ സഹായിച്ച ആരാണെന്ന് നീ പറയുന്നില്ലല്ലോ. കൃത്യം തെളിവുകൾ നമുക്കെതിരെയുണ്ട്. എന്നിട്ടും DYSP നമ്മളെ വിട്ടയച്ചു. ഇപ്പൊ വിട്ടയച്ചത് വലിയ കുഴപ്പമായോ? ഇടം അതല്ല, അത്രയും ഉന്നതനായ ഒരാൾ ഇടപെട്ടിട്ടല്ലേ നമ്മളെ വെറുതെ വിട്ടത്. ഇടം ആരാ ദൈവദൂതൻ? പറയാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കെവിനെ, എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പോഴാ നിന്റെ ബൈബിൾ വചനം? എടാ, ബൈബിൾ വചനങ്ങൾ കേട്ടാ പോരാ, കണ്ടു തന്നെ അറിയണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 26-ാം വാക്യം. ഞാൻ വെള്ളം തെളിച്ച് സ്നാനം ചെയ്യിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്തൊരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു. അവന്റെ വരവിനായി കാത്തിരിക്കാം. എടാ, ആരുടെ കാര്യം നീ പറയുന്നേ? എടാ, വന്നോണ്ടിരിക്കുകയാണ്. ഇങ്ങെത്തും. നിന്നെ നേരിട്ട് കാണുമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക. അവന്റെ വരവിനായി കാത്തിരിക്കാം.